ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ദെൻ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ തിങ്കിങ് ഓഫ് സോഷ്യോളജിക്കലി ആണ് നമ്മുടെ യൂണിറ്റ് 1 പേപ്പർ. യൂണിറ്റ് 1 പേപ്പറിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തു, ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു, സോഷ്യോളജിക്കൽ മെത്തേഡ് പറഞ്ഞു, ആൻഡ് സോഷ്യോളജി ഇൻ എവറിഡേ ലൈഫിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ സോഷ്യോളജി ഇൻ അതർ ഡിസിപ്ലിൻസ്, അതായത് CW മിൽസ് ആൻഡ് ബാവുമൻ രണ്ട് സ്കോളേഴ്സിൻ്റെ തിങ്കിങ് എങ്ങനെയാണ് സോഷ്യോളജിക്കലി തിങ്കിങ് സോഷ്യോളജിക്കലി എന്നാണ് പറഞ്ഞത് അല്ലേ. സോഷ്യോളജിക്കലി സൊസൈറ്റി പരമായി ചിന്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ഒബ്സർവ് ആൻഡ് ഇൻ്റർപ്രറ്റ് വാല്യുഡ് സോഷ്യൽ പെർസ്പെക്റ്റീവ് അല്ലേ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി എന്നാണ് അതിൻ്റെ പേര്. അത് സ്ട്രക്ചേഴ്സ്, അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം മറന്നു പോകരുത്. എല്ലാം നോട്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാം. എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. നെക്സ്റ്റ് അതിലെ പോയിന്റ്സ്, ഫസ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് അറിയണം, and emergence of sociology and enlightenment period and scientific revolution, then social and economic changes in 19th century in European society, French revolution and industrial revolution, the rise of sociological theory and emergence of social anthropology. First phase of development and second phase first phase development, second phase development. Next, emergence of modern social anthropology and pioneers of social anthropology. Let's sum up at last, check your progress and reference. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ആഫ്റ്റർ റീഡിങ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നിങ്ങൾക്കിത് റീഡ് ചെയ്തിട്ട് മനസ്സിലായ കാര്യങ്ങൾ, നമുക്ക് എന്താണോ മനസ്സിലായത് അല്ലെങ്കിൽ നമ്മുടെ എയിംസ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്, ഇതിൽ എന്താണുള്ള പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എമർജൻസ് ഓഫ് സോഷ്യോളജി. നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി ആൻഡ് ദ ഫ്രേസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. പൈനിയേഴ്സ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി ആൻഡ് എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഒബ്ജക്റ്റീവ്സിൽ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എത്ര കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഒബ്ജക്റ്റീവ്സും ഇൻട്രൊഡക്ഷനും എമർജൻസും. ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോയിൻ്റാണ് സോഷ്യൽ എക്കണോമിക് ചേഞ്ചസ് ഇൻ 19th century, ദ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി ആൻഡ് എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി. ദെൻ മോഡൽ ആന്ത്രോപോളജി. ഇതിൽ പറയുന്നത് സയൻറ്റിഫിക് റവല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് ഇത് മെയിനായിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഏത്, ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ. എന്താണ്, വാട്ട് ഈസ് എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. Introduction. Sociology and social anthropology are closely related in many aspects. Many aspects. പല ഘടകങ്ങൾ കൊണ്ടും കംപ്ലീറ്റഡ് ആണ് എന്ത്, നമ്മുടെ സോഷ്യൽ ആന്ത്രോപോളജി ആൻഡ് സോഷ്യോളജി. ഓക്കെ, ഇറ്റ് ക്ലോസ്ലി റിലേറ്റഡ് ഇൻ മെനി ആസ്പെക്ട്സ്. ഏതൊക്കെയാണ് ആസ്പെക്ട്സ് നോക്കാം. In fact, social anthropology is the closest discipline of sociology, sometimes rather than difficult to സോഷ്യോളജി ഫ്രം സോഷ്യൽ ആന്ത്രോപോളജി. അതായത് സോഷ്യോളജിയിൽ നിന്നും വളരെ ഡിഫിക്കൽട്ടായിട്ട് ഒരു പക്ഷേ വരാം എന്ത്, സോഷ്യൽ ആന്ത്രോപോളജി. എന്താണ്, ഇറ്റ് ഈസ് ദ സം ഏരിയാസ് ഓഫ് എൻക്വയറി ആൻഡ് മെത്തഡോളജി. അത് ഇതിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് സോഷ്യോളജിക്കൽ മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആന്ത്രോപോളജി. ആൻഡ് ഡെസ്പൈറ്റ് സിമിലാരിറ്റീസ്, എമർജൻസ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ഹാസ് ഡിസർവ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ആൻഡ് ഓൾദോ സോഷ്യൽ ആന്ത്രോപോളജി സെഡ് ദാറ്റ് ടു ഹാവ് എമേർജ്ഡ് സം ഏർലിയർ ദാൻ സോഷ്യോളജി. ഓക്കെ, സോഷ്യോളജിയുടെ വളരെ സോഷ്യോളജി ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ഏരിയ ആണെങ്കിൽ വളരെ റിലേറ്റഡ് ആണ് ആന്ത്രോപോളജി. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്ട് മാറ്റേഴ്സ് ഓഫ് ദ ടു ഡിസൈപ്പിൾസ്. ഇത് രണ്ടും കൂടി സബ്ജക്ട് മാറ്റേഴ്സ് പലതരം വിഷയങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണ്. ആൻഡ് വൈൽ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി റിലേറ്റ് ഈസിയർ ദാൻ ട്രേസ് ദ എമർജൻസ് സോഷ്യൽ ആന്ത്രോപോളജി ഓർ
integrated anthropology including physical anthropology, more complex, and both the disciplines trace back to several centuries ago. As we go to the new unit. Okay, നമ്മൾ എന്താണ് എമർജൻസ് ഓഫ് സോഷ്യോളജി എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. In order to understand the emergence of sociology as social science, it is imperative to understand socio-economic and political and scientific factors. ഇതിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ആൻഡ് സയൻറ്റിഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. ശാസ്ത്രീയപരമായ ഘടകങ്ങളും രാഷ്ട്രീയപരമായ ഘടകങ്ങളും ആൻഡ് സോഷ്യോ എക്കണോമിക്, അതായത് സാമൂഹികവും സാമ്പത്തികപരമായ ഘടകങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ എമർജൻസി ഓഫ് സോഷ്യോളജി, emergence of sociology. Okay, then scientific and technological advances led to the transformation from traditional rural agrarian society to a modern urban industrial society. ഒരു റൂറൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ അർബൻ സൊസൈറ്റിയിലേക്ക് പോയ ഒരു വേ ഓഫ് അതാണ് പ്രത്യേകിച്ചും എമർജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂറൽ എന്ന് പറയുമ്പോൾ അതായത് ഉള്ളോട്ടുള്ള പ്രദേശത്ത് നിന്നുണ്ടായ വികസനം, ഉള്ളോട്ട് താമസിക്കുന്ന ഏരിയയിൽ നിന്ന് ആളുകളുടെ വികസനം എങ്ങോട്ട് വരികയാണ്? സൊസൈറ്റി ആൻഡ് മോഡേൺ ഇൻ ദ സൊസൈറ്റി ഡ്യൂ ന്യൂ ദെൻ അവരുടെ അർബൻ ഇൻഡസ്ട്രീസ്, അത് പട്ടണത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യാവസായികമായിട്ടുള്ള ഒരു ചേഞ്ചസും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് എമർജൻസ് ഓഫ് സോഷ്യോളജി. And due to new inventions as we study of later scale of production and change in small home based large scale factory like enterprises, അതായത് സ്മോൾ സ്കെയിൽ, അതായത് ചെറുകിട വ്യവസായത്തിൽ നിന്നും ലാർജ് സ്കെയിൽ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലെ ചേഞ്ചസ് ആണ് ഇതിൽ പറയുന്നത്. ചേഞ്ചസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ടു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലേക്ക് പോയത്. അതിവിടെ എൻ്റർപ്രൈസസ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇതിവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് എന്താണ്? ഫാക്ടറി ലൈക്ക് എൻ്റർപ്രൈസസ്. വലിയ വികാസം നിറഞ്ഞ പല കമ്പനി വലിയ വലിയ വികസിത ഇതിലേക്ക് പോയ ആ ഒരു വേ ഓഫ് കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Along such development, there were slow social and economical and political changes that had affect the West European societies, including major political behaviors. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നിന്നും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലേക്കുള്ള ആ ഒരു വഴി, അതിലെന്തൊക്കെ ഇൻക്ലൂഡ്, അതിലെന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ചസ് വന്നത്? ജസ്റ്റ് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ സൊസൈറ്റിയിൽ അങ്ങനെ പല മാറ്റങ്ങൾ, എക്കണോമിക് ഘടകങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, സാമൂഹിക ഘടകങ്ങൾ ഒരു കാരണമാണ്, പൊളിറ്റിക്കൽ ഘടകങ്ങൾ ഒരു കാരണമാണ്, അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒരു ചേഞ്ചസിന് കാരണമാണ്. ദെൻ ദീസ് എക്സ്റ്റെൻസീവ് ചേഞ്ചസ് സെൻട്രൽ ഓഫ് പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു സാമ്പത്തികപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ പല മാറ്റങ്ങളും വന്നതുകൊണ്ടാണ് ഇതെന്തായി മാറിയത്? വലിയൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ചേഞ്ചസിലേക്ക് മാറിയതെന്നാണ് പറയുന്നത്.